Hello, welcome back to my channel. You're watching Anecdotist and this is Aisha. If you're here for the first time, please don't forget to subscribe. അപ്പോൾ കുറേ നാൾ മുന്നേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബുക്ക് റിലേറ്റഡ് Q&A നടത്താൻ പ്ലാൻ ഉണ്ട്. സോ നിങ്ങൾക്ക് ബുക്സ് റിലേറ്റഡ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഓർ ക്വയറീസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം കുറേ നാളായി ആക്ച്വലി ഇത് പറഞ്ഞിട്ട്, പക്ഷെ എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ട് ഞാൻ ചെയ്തില്ല. ആൻഡ് ഫൈനലി ഞാൻ കിട്ടിയ ക്വസ്റ്റ്യൻസിൽ നിന്ന് കുറേ സാധനങ്ങൾ റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് ഒരു 12 ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. അധികം ആളുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്കൊരു അറൗണ്ട് 20 ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിയുള്ളൂ. അതിലും റിപ്പീറ്റ് ഉണ്ടായിരുന്നു. സോ നമ്മൾ കിട്ടിയ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഇംഗ്ലീഷിൽ ബിഗിനേഴ്സിനെ പറ്റിയ ഒരു ലവ് സ്റ്റോറി പറഞ്ഞു തരുമോ എന്ന്. അപ്പോൾ ഇംഗ്ലീഷിൽ തുടക്കക്കാർക്ക് പറ്റിയ ഒരു ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ, ഞാനൊരു തുടക്കകാലത്ത് വായിച്ചൊരു ലവ് സ്റ്റോറി എന്ന് പറയുന്നത് ഐ ടു ഹാഡ് എ ലവ് സ്റ്റോറിയാണ്. അപ്പം അത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. വായിച്ചാൽ ബിഗിനേഴ്സിന് വായിച്ചാൽ ഇഷ്ടപ്പെടും. ഇപ്പം ചിലപ്പോൾ വായിക്കുമ്പോൾ ക്രിഞ്ചൊക്കെ ആയിട്ട് തോന്നുമായിരിക്കും, പക്ഷേ ആ ഒരു സമയത്ത് ഞാനൊരു 10ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുമ്പോൾ വായിച്ചതാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. 10ഓ 8ഓ എന്തോ, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. പിന്നെ ഒരു സാധനം എ തിങ് ബിയോണ്ട് ഫോർ എവർ എന്ന് പറയുന്നത് നവനീൽ ചക്രവർത്തിയുടെ ഒരു അടിപൊളി ബുക്കായിരുന്നു. അതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതൊരു ഹയർ സെക്കൻഡറി 11th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കഥയാണ്. അപ്പം അതും അടിപൊളിയാണ്, ബിഗിനേഴ്സിന് വായിക്കാൻ പറ്റിയ സാധനമാണ്. പിന്നെ അതുപോലെ നമ്മുടെ രവീന്ദർ സിംഗിൻ്റെയും സുദീപ് നഗർക്കാറിൻ്റെയും നവനീലിൻ്റെയും ഒക്കെ ഒരുപാട് ബുക്സ് ഉണ്ട്, ബിഗിനർ ലെവൽ ഇംഗ്ലീഷ് ബുക്സ്. അപ്പോൾ ഇവരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്, നമുക്ക് ഏതൊരാൾക്കും വായിച്ചാൽ മനസ്സിലാവുന്ന സാധനമാണ്, അല്ലാതെ വലിയ ഭയങ്കര കടുംപിട്ട് സാധനമൊന്നുമല്ല. സോ വായിച്ചാൽ മനസ്സിലാവുകയും ചെയ്യും. ഭയങ്കര സിമ്പിൾ ആൻഡ് സ്വീറ്റ് ലവ് സ്റ്റോറീസ് ഒക്കെ ആയിരിക്കും കൂടുതലും. മറ്റേ ഫസ്റ്റ് ലവ്, ക്രഷ്, ആ ഒരു ബിഗിനേഴ്സിനൊക്കെ പറ്റിയ സാധനമായിരിക്കും. നമ്മുടെ ഒരു കൊറിയൻ ഡ്രാമ, ചൈനീസ് ഡ്രാമ വൈബൊക്കെ കിട്ടുന്ന സംഭവം. അപ്പം ഇതൊക്കെയാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. പിന്നെ ബുക്സ് സിനിമയാക്കുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം വളരെ മോശം അഭിപ്രായം. ബിക്കോസ് എനിക്ക് ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്യാത്ത ഒരു സംഭവമാണത്. ഈവൻ ചില ബുക്സൊക്കെ ഉണ്ടല്ലോ സിനിമയാക്കി കഴിയുമ്പം ആ ഒരു ബുക്കിൻ്റെ കവർ പേജ് പോലും സിനിമേൻ്റെ പോസ്റ്റേഴ്സായിട്ട് മാറാറുണ്ട്. അതെനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ്. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വി ഹാവ് നോ സേ ഇൻ ദീസ് തിങ്സ്. ഈവൻ ആടുജീവിതമൊക്കെ നമ്മുടെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പുതിയ എഡിഷൻസിലൊക്കെ പൃഥ്വിരാജിൻ്റെ പോസ്റ്ററാണ്, സിനിമേൻ്റെ മൂവിയുടെ പോസ്റ്ററാണ് ബുക്കിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തീരെ താല്പര്യമില്ല, എന്തോ എനിക്കിഷ്ടമല്ല അങ്ങനെ. ബുക്സ് നല്ല സിനിമകളാവുന്നതുണ്ട്, ഒരുപാട് ബുക്സ് ഉണ്ട് നല്ല സിനിമകളായത്. പക്ഷേ ബുക്സ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ബുക്സ് സിനിമയാക്കുമ്പം ഒത്തിരി താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഐ തിങ്ക് നോ ആണ് ആൻസർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമില്ല. പക്ഷെ ഞാൻ കാണാറുണ്ട്. പക്ഷെ എനിക്ക് ഒരിക്കലും ബുക്സിനേക്കാൾ അടിപൊളിയായിട്ട് സിനിമ വന്നു എന്ന് തോന്നാറില്ല. പക്ഷേ സിനിമയൊക്കെ ചിലപ്പോൾ ഭയങ്കര ഹിറ്റായിരിക്കും, എന്നാലും എനിക്കിഷ്ടമല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പോസ്റ്റേഴ്സ്, ഒരു ബുക്ക് ഇറങ്ങുമ്പം അത് ബുക്കിൻ്റേതായ രീതിയിലൊരു അടിപൊളി പോസ്റ്ററൊക്കെ ആയിരിക്കും ചിലപ്പോൾ. അത് കഴിഞ്ഞിട്ട് സിനിമ ഹിറ്റായെന്ന് പറഞ്ഞിട്ട് ആ ബുക്കിൻ്റെ പോസ്റ്റർ മാറ്റി സിനിമയുടെ ആക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്കെന്തോ വിഷമമാവും അത് കാണുമ്പോൾ, എന്താണെന്നറിയില്ല. ഓക്കെ, നെക്സ്റ്റ്. പുസ്തകം വിൽക്കുന്ന ചേട്ടനെ പറ്റി എപ്പോഴും പറയുമല്ലോ, ഏതാണ് ആ ചേട്ടൻ? എനിക്കും ഓഫറിൽ വാങ്ങാനാണ്. അപ്പോൾ പുസ്തകം വിൽക്കുന്ന ചേട്ടൻ ഏതാണെന്ന് ചോദിച്ചാൽ, ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ്. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു ദിവസം ഈ ചേട്ടൻ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ അയച്ചു തന്നിട്ട് ഓഫറിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞാണ്. അരുൺ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനാണ്. ഞാൻ നമ്പർ കമൻസിലോ ഡിസ്ക്രിപ്ഷനിലോ എല്ലാം ഇട്ടേക്കാം. അപ്പോൾ ആ ചേട്ടൻ്റെ കയ്യിൽ ഓഫറിൽ നിന്ന് കിട്ടാറുണ്ട്. പിന്നെ ഇപ്പോൾ ബുക്സ് ഓഫറിൽ വാങ്ങാനാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ ഒരു ചേട്ടനെ ഡിപ്പെൻഡ് ചെയ്യണം എന്ന് തന്നെ ഇല്ല. കുറേ ആളുകളുണ്ട്. നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ബുക്ക് സെല് ചെയ്യുന്ന കുറേ പേജസ് ഉണ്ട്. അപ്പോൾ ഓഫറിൽ കിട്ടുന്ന എനിക്കറിയാവുന്ന പേജ് ഒന്ന് ബുക്ക് ഇഷ്ക് എന്ന് പറയുന്ന പേജ്, അവർക്ക് അത്യാവശ്യം ഓഫറിൽ കിട്ടും. ഇപ്പോൾ എൻ്റെ പുതിയ ബുക്ക് മിനീത് ദി ഗോൾഡൻ ചെയിൻ എന്ന് പറയുന്നത് 300 റുപ്പീസാണ് MRP. അപ്പോൾ അവരത് സെയിൽ ചെയ്യുന്നത് 270 റുപ്പീസിനാണ്. പിന്നെ എനിക്കറിയാമെന്ന് പറഞ്ഞാൽ ബുക്ക് ബാങ്ക് തിയറി എന്ന് പറയുന്നത്, അപ്പോൾ അവരെൻ്റെ 300ൻ്റെ ബുക്ക് 269 അപ്പോൾ കുറച്ച് ഓഫറുണ്ട്. പിന്നെ അതുപോലെ കുറേ വാട്സപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട് കേട്ടോ. ബ്ലോസം ബുക്സ് എന്ന് പറയുന്ന ഒരു പേജുണ്ട്, അവരുടെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ മാൻകെയിൻ ലിറ്ററേച്ചറിൻ്റെ ഒരു ബുക്ക് വയ്ക്കുന്ന ഒരു സംഭവമുണ്ട്. അതിലും എനിക്ക് തോന്നുന്നു കുറച്ച് ഓഫറൊക്കെ ഉണ്ടെന്ന്.
പിന്നെ ഇതുപോലെയുള്ള ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്, എനിക്കറിയാവുന്ന കുറേ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ അത്യാവശ്യം ഓഫറിലാണ്. പിന്നെ ബുക്ക് ആർട്ട് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ആർട്ടുണ്ട്, ഇൻസ്റ്റഗ്രാം പേജാണ് ബുക്ക് ആർട്ട് ഇന്ത്യ. അപ്പം അവരൊരു വാനിലാണ് ബുക്ക് സെല് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. അവർക്ക് പുറത്ത് സ്റ്റോറുണ്ട്, പക്ഷേ ഇൻഫോ പാർക്ക് ഏരിയയിൽ വെച്ച് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എൻ്റെ ബുക്കും അവിടെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ അവർ ഹൈക്കോർട്ടിൻ്റെ അവിടെയും എറണാകുളത്ത് പല സ്ഥലങ്ങളിലും കാണാറുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ എൻ്റെ 300 MRP ഉള്ള ബുക്കിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അവിടെ എന്തോ 240 or 250 അങ്ങനെ എന്തോ ഉള്ളൂ. അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട്. അപ്പോൾ അതുപോലെ ഓഫറിൽ വയ്ക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇൻസ്റ്റഗ്രാം പേജസ് തന്നെ വേറെയും കുറേ ഉണ്ടെന്ന് തോന്നുന്നു. ബുക്ക് ക്യാരി എന്ന് പറയുന്ന ഒരു പേജ് കണ്ടിട്ടുണ്ട്, ഓഫർ ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ബുക്കിഷ്കിലും ബുക്ക് ബാങ്ക് തിയറിയിലൊക്കെ നല്ല ഓഫേഴ്സ് ഉള്ളതായിട്ട് അറിയാം. അതുപോലെ കുറേ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, കറക്റ്റ് അറിയില്ല. അപ്പോൾ എന്തായാലും ഈ ചേട്ടൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇതിപ്പോൾ വാട്സപ്പ് നമ്പർ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആ ചേട്ടൻ്റെ അടുത്ത് എനിക്ക് ഏതെങ്കിലും വായിക്കണം എന്ന് തോന്നുമ്പം ഈ ബുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഉണ്ടെന്ന് പറയുമ്പം എന്നാൽ പിന്നെ അയച്ചു തരാൻ പറയും. അപ്പോൾ ഡെലിവറി ചാർജും കൂടെ വരും. പക്ഷേ ഡെലിവറി ചാർജും കൂടി കൂട്ടിയിട്ടും നമുക്ക് ഒറിജിനൽ MRP എന്തായാലും ആവില്ല. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഓതറിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നതോ അത്ര MRP വരില്ല. ബുക്ക് സ്റ്റോറിൽ നിന്ന് വായിക്കുന്നതിൻ്റെ അത്രയും എന്തായാലും വരില്ല. സോ ലാഭമാണ് എങ്ങനെ നോക്കിയാലും. പിന്നെ എറണാകുളത്ത് ഒരുപാട് സ്ഥലത്ത് യൂസ്ഡ് ബുക്സൊക്കെ വിൽക്കുന്ന കടകളുണ്ട് 50% ഓഫറിൽ. ഇപ്പം ഞാൻ പറഞ്ഞ ആ ഒരു ബുക്ക് ആർട്ട് ഇന്ത്യയിൽ തന്നെ കുറേ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് ബുക്സ് 50% ഓഫറിൽ കിട്ടും, മലയാളം ബുക്സ് 10% ഓഫറിൽ കിട്ടും. അതുപോലെ ഈ പറഞ്ഞ ബ്ലോസം ബുക്സ് എന്ന് പറഞ്ഞ സംഭവം അവിടെയും 50% ഓഫൊക്കെ കുറേ കിട്ടും. അതുപോലെ എറണാകുളത്ത് കുറേ സ്ഥലത്തുണ്ട്. പിന്നെ ട്രിവാൻഡ്രത്ത് പാളയം മാർക്കറ്റിൻ്റെ അവിടെ ബുക്സ് വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവിടെ. അവിടെയും നല്ല ഓഫറുണ്ട്. അവിടെയാണ് ഞാൻ ഇൻസ്റ്റാ റീൽസിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഉള്ള ഒരു പേജ്. അതിൻ്റെ പേജ് ഞാൻ മറന്നുപോയി, പക്ഷെ അവിടെ ഒരു ബുക്ക് സ്റ്റോർ ഉണ്ട്. എന്തായാലും ബുക്ക് സ്റ്റോറിൻ്റെ പേര് ഞാൻ ഓർക്കണില്ല, പക്ഷെ ഒരു റീൽ കണ്ടിട്ടുണ്ട് പാളയം മാർക്കറ്റിൻ്റെ അവിടെ. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5ാം ക്ലാസ്സുകാർക്കൊക്കെ പറ്റിയ സീരീസ് ഏതാ? 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരുന്ന സാധനം എന്ന് പറയുന്നത് ഫേമസ് 5, നാൻസി ഡ്രൂ, ഇതൊക്കെ സീരീസാണ്. പിന്നെ നമ്മുടെ ഗൂസ്ബം സീരീസ്, അതൊരു ഞാൻ 7-8 ആയപ്പോഴാണ് ഒരുപാട് വായിക്കാൻ തുടങ്ങിയത്. പക്ഷെ അത് 5ന് പറ്റിയതാണ്. പിന്നെ ഹാരി പോട്ടർ വായിച്ചു തുടങ്ങിയിരുന്നു, അതും 5ാം ക്ലാസ്സിനൊക്കെ വായിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ബിഗിനർ ആണെങ്കിൽ ഐ വുഡ് സജസ്റ്റ് ഫേമസ് 5 ആൻഡ് ഓൾ. അത് നല്ലതാണ്, വായിച്ചു തുടങ്ങാൻ പറ്റിയ സാധനമാണ്. നാൻസി ഡ്രൂ അതെ, ഫേമസ് 5 അതെ, അതൊക്കെയായിരുന്നു ഞാൻ 5th തൊട്ട് വായിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സീരീസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സീരീസ് ഒന്നും ഞാൻ വായിച്ചിട്ടുള്ള ടൈപ്പല്ല. അപ്പം എനിക്ക് ഇതൊക്കെയാണ് സീരീസ് കാറ്റഗറിയിൽ ഇംഗ്ലീഷിൽ സജസ്റ്റ് ചെയ്യാനുള്ളത്. ആദ്യം വായിച്ച മലയാള പുസ്തകം, ഞാൻ ഫസ്റ്റ് വായിച്ചത് ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന് പറയുന്ന ഒരു കൊച്ചു പുസ്തകമാണ്, മുട്ടത്ത് വർക്കിയുടെ. അത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വായിച്ചതാണ്. അതിൻ്റെ കഥയൊക്കെ ഞാൻ ഓൾറെഡി ഏതൊക്കെയോ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഒരു ഫ്രീ പീരീഡ് ഏതോ ഒരു അവർ ലൈബ്രറി കൊണ്ടുപോയിട്ട് ഏതെങ്കിലും പുസ്തകം എടുത്ത് വായിച്ചേ പറ്റൂ എന്നുള്ള ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം മിസ്സ് പറഞ്ഞപ്പോഴത്തേക്കും എടുത്ത് വായിച്ച സാധനമാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ആ ഒരു കൂടെയും കുഞ്ഞു പെങ്ങളും പ്ലേഡ് എ ഹ്യൂജ് റോൾ ഇൻ മൈ ലൈഫ്. സത്യം പറഞ്ഞാൽ അത് കാരണമാണ് ഒരുപാട് വായിച്ചു തുടങ്ങിയത്, അല്ലെങ്കിൽ അത് കാരണമാണ് എന്തൊക്കെയൊക്കെയോ വായിക്കണം എന്നൊക്കെ തോന്നി തുടങ്ങിയത്. പിന്നെ ഹൗ ടു പബ്ലിഷ് എ ബുക്ക്, ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പം ബുക്ക് പബ്ലിഷ് ചെയ്യാൻ ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് ചോയ്സ് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഒരുപാട് എഴുതുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ എഴുതാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ തീർച്ചയായും ബുക്ക് പബ്ലിഷിങ്ങിനെ പറ്റി ചിന്തിച്ച് തുടങ്ങാവുന്നതാണ്. DC ബുക്സ് പോലെയുള്ള വലിയ വലിയ പബ്ലിഷേഴ്സൊക്കെ ബുക്ക് ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വർക്കിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് എങ്കിൽ അവരുടെ അഡ്രസ്സിൽ മാനുസ്ക്രിപ്റ്റ് അയച്ചു കൊടുത്താൽ മതി. അവർ സോഫ്റ്റ് കോപ്പി ആക്സെപ്റ്റ് ചെയ്യില്ല. സോ ഹാർഡ് കോപ്പി ഫോമാറ്റിൽ ഒന്നല്ലെങ്കിൽ DTP ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ പേപ്പറിൽ എഴുതിയ സാധനം അവരുടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് സൈറ്റിൽ. അപ്പം അത് വെച്ചിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കുക. അപ്പം
DC ബുക്സും അതുപോലെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള മറ്റേ ഗ്രീൻ ബുക്സ്, കറണ്ട് ബുക്സ്, ഹരിതം ബുക്സ്, ഇവരൊക്കെ മാതൃഭൂമി ബുക്സ് ഇവരൊക്കെ സ്വീകരിക്കാറുണ്ട് കണ്ടൻറ് ഇഷ്ടപ്പെട്ടാൽ. സോ അഡ്രസ്സ് നോക്കിയിട്ട് അയച്ചു കൊടുത്താൽ മതി. അപ്പം ഇഫ് യു ആർ എലിജിബിൾ, അവരുടെ ഒരു ക്രൈറ്റീരിയാസൊക്കെ മീറ്റ് ചെയ്തിട്ട് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവർ തിരിച്ച് വിൽ ഗെറ്റ് ബാക്ക് ടു യു ആൻഡ് യു ക്യാൻ പ്രൊസീഡ് വിത്ത് ദി എഗ്രിമെൻറ്റ് കൈൻഡ് ഓഫ് തിങ്സ് ആൻഡ് ഓൾ. പിന്നെ എല്ലാവരുടെയും ബുക്സ് അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതിന് അവർ പറയുന്ന ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു ക്രൈറ്റീരിയാസൊക്കെ മീറ്റ് ആവണം. പിന്നെ അവിടെയൊക്കെ തന്നെയും സെൽഫ് പബ്ലിഷിംഗ് ചോയ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു അവർ ഇഷ്ടപ്പെട്ടാൽ അവർ ഫ്രീ ആയിട്ട് പബ്ലിഷ് ചെയ്യും. പിന്നെ റോയൽറ്റിയുടെ ഒരു 15%, 13% ഡിപ്പെൻസ്. അത് അനുസരിച്ച് റോയൽറ്റി നമുക്ക് ബുക്ക് സെയിലാവുന്ന അനുസരിച്ച് തരും. പിന്നെ ഇനിയിപ്പോൾ സെൽഫ് പബ്ലിഷിംഗ് ആണ് എങ്കിൽ അങ്ങനെയും ഓപ്ഷൻസ് ഉണ്ട്. അധികം പൈസയൊന്നും ആവില്ല. പിന്നെ നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടിയല്ലേ, അപ്പോൾ നമ്മൾ പൈസ പോകുന്നത് നോക്കണ്ട എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രീ ആയിട്ട് ഒരാൾ പബ്ലിഷ് ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ വേറൊരു പബ്ലിഷറിനെ സമീപിച്ച് നോക്കുക. അങ്ങനെ കുറേ ട്രൈ ചെയ്തിട്ടും ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് ഗോ അഹെഡ് വിത്ത് സെൽഫ് പബ്ലിഷിംഗ് ചെയ്യുന്ന ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രീ പബ്ലിഷിംഗ് ആണെങ്കിൽ ഒരുപാട് സമയം പിടിക്കാറുണ്ട്. അപ്പോൾ സെൽഫ് പബ്ലിഷിംഗ് ആണെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. സെൽഫ് പബ്ലിഷിങ്ങിന് പെട്ടെന്ന് സാധനം വരും. അപ്പം യൂണിക്കോഡ് പബ്ലിഷേഴ്സ് ഉണ്ട് സെൽഫ് പബ്ലിഷ് ചെയ്യുന്നത്. അവരുടെ ബുക്ക് പബ്ലിഷിങ്ങിന് അധികം പൈസ ഒന്നും ആവാറില്ല. പിന്നെ അവരുടെ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ 100 ബുക്സ് പബ്ലിഷ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അവരോട് പറയുന്ന കുറച്ച് നമ്പർ ഓഫ് കോപ്പീസ് അവർ ബുക്ക് സ്റ്റോറിലും ഒക്കെ വെച്ചിട്ട് ബാക്കി നമുക്ക് അയച്ചു തരും. അപ്പോൾ അയച്ചു തരുന്ന കോപ്പീസ് ഇപ്പോൾ 50 കോപ്പീസാണ് അയച്ചു തരുന്നതെങ്കിൽ അത് നമുക്ക് 100% റോയൽറ്റി നമുക്ക് കിട്ടും. നമുക്കത് സെയിൽ ചെയ്യാം. ഇപ്പം 500 രൂപേൻ്റെ ബുക്കാണെങ്കിൽ 500 രൂപയും നമുക്ക് കിട്ടും. അതൊരു നല്ല കാര്യമാണ്. നമ്മൾ പ്രിൻറ്റിങ് കോസ്റ്റ് ഒക്കെ ആദ്യം കൊടുക്കുന്നു. ഇപ്പോൾ ആദ്യം ഒരു 15,000 കൊടുത്താൽ ഈ ഒരു ബുക്സ് എല്ലാം വിൽക്കുന്നതിൻ്റെ പൈസ ഫുള്ളായിട്ട് നമുക്ക് കിട്ടും. പിന്നെയുള്ളത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരെണ്ണമാണ് മാൻകൈൻഡ് പബ്ലിഷേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോടൊക്കെ അവർ പബ്ലിഷ് ചെയ്തതാണ്. അപ്പോൾ മാൻകൈൻഡിലാണെങ്കിലും അവർ സെൽഫ് പബ്ലിഷിങ് നോക്കാറുണ്ട്. പിന്നെ ഒട്ടുമിക്ക പബ്ലിഷേഴ്സിനും അവരുടെ സൈറ്റിലൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജസിലൂടെയൊക്കെ ബുക്ക് വിറ്റിട്ട് റോയൽറ്റിയുടെ ഒരു 13% അല്ലെങ്കിൽ 15% ഡിപ്പെൻസ് അങ്ങനെ എടുക്കാറാണ്. നമ്മുടെ പ്രിൻറ്റിങ് കോസ്റ്റ് എടുത്തിട്ട് ഈ ഒരു പെർസെൻറ്റേജ് ഓതർക്ക് കൊടുക്കാറാണ് പതിവ്. അപ്പം ഇന്നത്തെ കാലത്ത് ബുക്ക് പബ്ലിഷ് ചെയ്യാൻ ഒരു പാടുമില്ല. ബുക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ, പബ്ലിഷ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, കുറച്ച് പൈസ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ബിക്കം ആൻ ഓതർ. അപ്പം അതൊരു പ്രശ്നമേ അല്ല. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട്സ് ഓർ ക്വയറീസ് ഉണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ ബാക്കി പറഞ്ഞു തരാമെന്നാണ്. താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ഗോ അഹെഡ് വിത്ത് പബ്ലിഷിംഗ്. ആൻഡ് എന്തെങ്കിലും അഡ്വൈസോ കാര്യങ്ങളോ വേണമെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ബുക്സിൽ സെക്സിനെ പറ്റിയൊക്കെ പരാമർശിക്കുമ്പോൾ ആ സീൻസ് മനസ്സിൽ കാണാറുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ പണ്ട് ആരോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നോ റീഡർ ഈസ് ഇന്നസെൻറ്റ്. ഇപ്പോൾ നമ്മളൊരു സിനിമ കാണുമ്പം നമ്മളത് കണ്ണുകൊണ്ട് നേരിട്ട് കാണുന്നു. ഒരു ബുക്ക് വായിക്കുമ്പോൾ നമ്മളത് ചിന്തിക്കുന്നു. അതിൽ തെറ്റൊന്നുമില്ല. ബിക്കോസ് ദാറ്റ്സ് ഹൗ തിങ്സ് വർക്ക് അല്ലേ. നമ്മളൊരു സാധനം വായിക്കുമ്പോൾ ഇപ്പോൾ എല്ലാ ഇംഗ്ലീഷ് ബുക്സിലും എന്തെങ്കിലുമൊക്കെ ഇതില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എല്ലാ ബുക്സിലും കാണും. നമ്മുടെ ഞാൻ അഡൾട്ട് ബുക്സിനെ പറ്റി അല്ലെങ്കിൽ 18+ ബുക്സിനെ പറ്റി ഒന്നുമല്ല പറയുന്നത്. സാധാരണ ഒരു ലവ് സ്റ്റോറിയിലൊക്കെ എന്തായാലും മറ്റേ ഹഗ്ഗും കിസ്സും ഒക്കെ എല്ലാ സാധനങ്ങളിലും ഉണ്ട്. അപ്പം ഈ ഒരു സംഭവമൊക്കെ ഒട്ടുമിക്ക ഫേമസ് ആയിട്ടുള്ള ഒട്ടുമിക്ക ഓതേഴ്സിൻ്റെയും ബുക്സിൽ ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ ഇപ്പം ഒരു സാധനം വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ മനസ്സിലേക്ക് വരും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട, ഇതൊന്നും ചിന്തിക്കേണ്ടെന്ന് വിചാരിച്ചിരുന്നാലും അതെന്തായാലും മനസ്സിൽ വരും. ബിക്കോസ് നമ്മളത് വായിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അല്ലെങ്കിൽ പിന്നെ ആ പോർഷൻ സ്കിപ്പ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ പോർഷൻ തുടങ്ങുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് ഇന്ന കാര്യമാണ് പറയുന്നതെന്ന്. അപ്പം സ്കിപ്പ് ചെയ്തിട്ടും കാര്യമില്ല. ബിക്കോസ് നമുക്ക് ഓൾറെഡി മനസ്സിലായി ഇതാണെന്ന്. ഇത് തുടങ്ങുമ്പോഴേ നമ്മൾ ഓൾറെഡി ഓക്കെ അവിടെ ഇത് നടക്കുന്നു എന്നുള്ളൊരു ചിന്ത വരും. അപ്പോൾ ഒരുപാട് വായിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ബിക്കോസ് നമ്മൾ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു. ആദ്യമായിട്ടൊരു ബുക്കൊക്കെ വായിക്കുമ്പോൾ ഈ വക സാധനങ്ങളൊക്കെ കാണുമ്പോൾ എന്നുള്ളൊരു ആ ഒരു റിയാക്ഷൻ വരുന്നതല്ലാതെ
ഒന്നുമില്ല. ഇപ്പം മലയാളം ബുക്സിൽ ഇഷ്ടംപോലെ മലയാളം ബുക്സിലുണ്ട്. സോ അത് സ്വാഭാവികമായിട്ടും ചിന്തിക്കാറുണ്ട് മോനെ. എന്തുകൊണ്ട് റിയൽ ബുക്സിനേക്കാൾ ഫിക്ഷൻ ബുക്സ് ഇഷ്ടപ്പെടുന്നു? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, എനിക്ക് ഒരിക്കലും ചെന്നെത്താൻ പറ്റാത്ത ലോകത്തേക്ക് ചെന്നെത്താനും കടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലാനും ഒരിക്കലും ജീവിക്കാൻ പറ്റാത്ത ജീവിതം ജീവിക്കാനും ഒക്കെ സമ്മതിപ്പിക്കുന്നത്, ആ സംഭവങ്ങളൊക്കെ പോസിബിൾ ആവുന്നത് ഫിക്ഷണൽ ബുക്സിലൂടെയാണ്. അതുകൊണ്ടാണ് എനിക്ക് റിയൽ ആയിട്ടുള്ള കഥകളെക്കാളിലും റിയലിസ്റ്റിക് സ്റ്റോറീസിനെക്കാളിലും ഫിക്ഷണൽ സ്റ്റോറീസ് ഇഷ്ടം. അപ്പം പണ്ടാണെങ്കിൽ തന്നെ നമ്മൾ ഭയങ്കര ചെറുതായിരിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഒക്കെ വീട്ടിൽ ഇങ്ങനെ സാധാരണ ഒരു ജീവിതം ജീവിച്ചു വരുന്നു. അപ്പം നമുക്ക് യു ഹാവ് നോ ചോയ്സ് ടു ഹാവ് സംതിങ് വാവ് ഇൻ യുവർ ലൈഫ്. അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഹാപ്പിനെസ് ഉണ്ട്, പക്ഷേ ഈ അൺഹാപ്പിനെസ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഓവർ ഹാപ്പിനെസ് എന്നൊരു സാധനമില്ലേ, വലിയ സന്തോഷവും വലിയ ആർഭാടവും അർഭാദമൊന്നും ഇല്ലാത്ത ആ ഒരു സംഭവം. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മൾ നമ്മുടെ ജീവിതം മാത്രമല്ലേ ജീവിക്കുന്നുള്ളൂ. അപ്പം അതിലൊരു സുഖം തോന്നില്ല. പക്ഷേ നമ്മൾ വേറൊരാളുടെ ജീവിതം ജീവിക്കുമ്പോൾ, വേറൊരു ഭയങ്കര എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ജീവിതം ജീവിക്കുമ്പോൾ അത് വേറൊരു സുഖമാണ്. ഇപ്പം ഏത് ബുക്ക് എടുത്താലും അതിൽ മെയിൻ ക്യാരക്ടർ ആവാൻ നമുക്ക് പറ്റും. എസ്പെഷ്യലി ഐ ആം ദി മെയിൻ ക്യാരക്ടർ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ എന്ന് പറഞ്ഞിട്ട് പ്രോട്ടഗോണിസ്റ്റ് ഐ ആവുന്നത്. അപ്പം എൻ്റെ ഒരു വിചാരം ഞാനാണ് അതിലെ നായിക എന്നാണ്. അല്ലാതെ വേറൊരു ക്യാരക്ടർ നെയിം പറയുമ്പോൾ അത് അയാളാണല്ലോ, അയാൾ നമ്മുടെ ഫ്രണ്ടൊക്കെ ആയി പോകും. ഇതിപ്പം ഐ ആകുമ്പോഴത്തേക്കും ഞാനാണ് അതിലെ റിയൽ ക്യാരക്ടർ. അപ്പം എനിക്ക് എന്നെപ്പറ്റി പറയുന്ന പോലെ തോന്നും, എനിക്ക് ഞാൻ അവിടെ ചെല്ലുന്ന പോലെ തോന്നും, ഞാൻ ഓരോന്ന് ചെയ്യുന്ന പോലെ തോന്നും. അപ്പോൾ അതിലൊരു സ്പെഷ്യൽ ഫീലിംഗ് ഉണ്ട്, ഭയങ്കര ഒരു സുഖമുണ്ട് അങ്ങനത്തെ സംഭവങ്ങൾ വായിക്കുമ്പോഴത്തേക്കും. അപ്പം അങ്ങനത്തെ ബുക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഫിക്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കും. ഇമ്പോസിബിൾ എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. ദർ ഇസ് നത്തിങ് കോൾഡ് ഇമ്പോസിബിൾ ഇൻ ഫിക്ഷണൽ വേൾഡ്. ഫിക്ഷണൽ വേൾഡിൽ എല്ലാം പോസിബിളാണ്. കഥയിൽ ചോദ്യമില്ല എന്നൊക്കെ പറയില്ലേ, നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതുമ്പോഴാണെങ്കിൽ എഴുതാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. റിയലിസ്റ്റിക് അല്ല, സ്വാഭാവികമായിട്ട് റിയലിസ്റ്റിക് അല്ല എന്ന് ആളുകൾക്ക് എന്ത് തേങ്ങെന്ന് തോന്നുന്ന ആളുകളുണ്ടാകും. ബിക്കോസ് ചിലർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരുപാട് ഈ ഫിക്ഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ. പക്ഷേ നമുക്ക് ഫിക്ഷണലായിട്ടുള്ള കാര്യങ്ങളാകുമ്പോഴത്തേക്കും എന്ത് വേണമെങ്കിലും, എവറിത്തിങ് ഈസ് പോസിബിൾ, എന്ത് വേണമെങ്കിലും പോസിബിൾ ആവാം. അതൊരു അടിപൊളി സംഭവമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഫിക്ഷൻ ഭയങ്കര ഇഷ്ടം. നമുക്ക് വേറെ ആരൊക്കെയോ ആവാം, എന്തൊക്കെയൊക്കെയോ ചെയ്യാം. അപ്പം അതിലൊരു സുഖമുണ്ട്. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് റിയലിസ്റ്റിക് ബുക്സിനേക്കാളും ഫിക്ഷണലാണ് ഇഷ്ടം. ഈ റിയലിസ്റ്റിക് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നും. ഇതെൻ്റെ ലൈഫൊക്കെ പോലെയാണല്ലോ എന്നൊക്കെ തോന്നാറുണ്ട്. റിലേറ്റബിൾ സാധനം, റിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വായിക്കുമ്പോൾ. പക്ഷേ ഫിക്ഷണൽ വായിക്കുമ്പോൾ എന്തോ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര സന്തോഷം. നമ്മൾ ആരൊക്കെയോ കുറച്ച് നേരത്തേക്ക്, ഇപ്പം ഒരു ബുക്ക് വായിക്കുന്ന 3 മണിക്കൂറത്തേക്ക് നമ്മൾ വേറെ എന്തൊക്കെയോ ആയ ഒരു ഫീല്, അത് അടിപൊളിയാണ്. കുറച്ച് ബുക്സ് വായിക്കാൻ തരുമോ? അങ്ങനെ ചോദിച്ചാൽ വായിക്കാൻ തരാമല്ലോ, വേണമെങ്കിൽ വായിക്കാൻ തരാം. അപ്പോൾ ബുക്സ് വായിക്കാൻ വേണ്ട ആളുകൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഡെലിവറി ചാർജ് തരണം കേട്ടോ. ഞാൻ വായിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ കെട്ടിവെച്ചിരിക്കുന്ന ബുക്സൊക്കെ ഞാൻ അയച്ചു തരാം. വായിച്ച് കഴിഞ്ഞിട്ട് റീഡ് ഓൺ റെൻറ്റ് പോലെ പൈസ ഒന്നും തരണ്ട, ഡെലിവറി ചാർജ് മാത്രം തന്നാൽ മതി. ഞാൻ അയച്ചു തരാം. നിങ്ങൾ ഇൻസ്റ്റയിൽ എനിക്ക് അഡ്രസ്സ് അയക്കും, ഞാൻ അയച്ചു തരാം. തിരിച്ചെനിക്ക് വായിച്ച് കഴിയുമ്പോൾ തരണം, പറ്റിക്കരുത്. കാരണം എനിക്ക് ബുക്സ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ബുക്ക് വായിക്കുമ്പോഴത്തേക്കും നോ ഈറ്റിംഗ്, നോ സ്ലീപ്പിംഗ്, നോ ഫോൾഡിങ്. ഓക്കെ, അതൊരു മസ്റ്റായിട്ടുള്ള കാര്യമാണ്. എനിക്ക് അവിടെ എവിടെയും കറിയൊക്കെ പറ്റിക്കുന്ന ഇഷ്ടമല്ല, അവിടെ എവിടെയും ചുളുക്കി വയ്ക്കുന്ന ഇഷ്ടമല്ല. അതായത് ഈറ്റ് ചെയ്യുമ്പോഴും സ്ലീപ്പ് ചെയ്യുമ്പോഴും എൻ്റെ ബുക്ക് വായിക്കരുത്. പിന്നെ ഫോൾഡിങ് ഒന്നും പറ്റത്തില്ല, ബുക്ക് മാർക്ക് യൂസ് ചെയ്യണം. അത് മാത്രമേ ഉള്ളൂ കണ്ടീഷൻസ്. തന്നതുപോലെ തിരിച്ചു തരാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കൂ, അഡ്രസ്സ് അയക്കൂ, ഡെലിവറി ചാർജ് തരൂ, ഞാൻ അയച്ചു തരുന്നതായിരിക്കും. വായിച്ചു തരുമ്പോൾ തിരിച്ചു തന്നാൽ മതി, പോരെ. ഒരുപാട് വായിച്ച് കരഞ്ഞ പുസ്തകം ഏതാണ്? അങ്ങനെ ചോദിച്ചാൽ ഒരുപാട് ബുക്സ് ഉണ്ട്. കുറേ ബുക്സ് വായിക്കുമ്പോൾ പുസ്തകങ്ങൾ വരാറുണ്ട്. സോ കറക്റ്റായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ഓർമ്മ വന്നത് 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഞാൻ വായിച്ച ഫോൾട്ട് ഇൻ യുവർ സ്റ്റാർസ് എന്ന് പറയുന്ന ബുക്സ് ഭയങ്കര
സങ്കടം വന്നു. പിന്നെ ഐ ടു ഹാഡ് എ ലവ് സ്റ്റോറി ആദ്യമായിട്ട് വായിച്ചപ്പോൾ കുഷി മരിച്ചപ്പോൾ ഒരുപാട് സങ്കടം വന്നു, കുറേ കരയൊക്കെ ചെയ്തു. അതുപോലെ കുറേ ബുക്സ് വായിച്ചിട്ട് ഈ നോനിൽ ചക്രവർത്തിയുടെ എ തിങ് ബിയോണ്ട് ഫോർ എവർ വായിച്ചിട്ട് നമ്മുടെ മെയിൽ ലീഡ് മരിച്ചപ്പം ഭയങ്കര സങ്കടം വന്നു. ഏത് ബുക്സ് വായിക്കുമ്പോഴും അതിലെ മെയിൽ ഓർ ഫീമെയിൽ ലീഡിന് ഇഫ് സംതിങ് ഹാപ്പൻസ് ഐ ബി ബ്രോക്കൺ അതുള്ളതാണ്. അപ്പം കുറേ ഉണ്ട്. പെട്ടെന്ന് ഓർമ്മ വന്നത് ഫോൾട്ട് ഇൻ അവർ സ്റ്റാർസ് ഒക്കെയാണ് ഫസ്റ്റ് ഓർമ്മ വന്നത്. ആൻഡ് ഒറ്റ സ്ട്രെച്ചിന് പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ? കൂടുതൽ പുസ്തകങ്ങളും ഒറ്റ സ്ട്രെച്ചിലാണ് വായിക്കുന്നത്. എവിടെയെങ്കിലും വെച്ച് നിർത്തി അത് മടക്കി വെച്ചാൽ പിന്നെ അത് തൊടില്ല. പിന്നെ അത് തൊടാൻ ഭയങ്കര പാടാണ്. അതുപോലെ തന്നെ ഈ ബുക്ക് സ്റ്റാർട്ട് ചെയ്യാനാണ് ഏറ്റവും വലിയ കഷ്ടപ്പാട്. ഒന്ന് തുടങ്ങി കിട്ടിയാൽ അത് തീർത്തിട്ടേ പോകുള്ളൂ എന്നുള്ള ഒരവസ്ഥയാണ്. ബിക്കോസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ അത്രയും കുളത്തില്ലാത്ത ബുക്കാണെങ്കിലേ ഉള്ളൂ അത് പകുതിക്കൊക്കെ നിർത്തി വെച്ചിട്ട് പോകാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരു സമാധാനമില്ല. ജസ്റ്റ് ലൈക്ക് സീരിയൽസ് ആൻഡ് ഓൾ, വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു തോട്ട് വന്നുകൊണ്ടിരിക്കും. സോ ഒറ്റ സ്ട്രെച്ചിലാണ് കൂടുതലും വായിക്കാറുള്ളത്. ഒറ്റ സ്ട്രെച്ചിൽ വായിക്കാൻ എനിക്ക് ഒരു പാടുമില്ല. ഒറ്റ സ്ട്രെച്ചിൽ വായിക്കുമ്പോൾ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് യു ഡോണ്ട് ഹാവ് ടു വെയിറ്റ് ഫോർ നോയിങ് വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ് അല്ലേ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ യു ആർ നോയിങ് വാട്ട് ഈസ് ഹാപ്പനിങ്. അപ്പോൾ എല്ലാം വായിച്ച അവസാനം വരെ ഓക്കെ ഒരു ഹാപ്പിലി എവർ ആഫ്റ്റർ തിങ്, അല്ലെങ്കിൽ ഓക്കെ ഇനി ഈ ഒരു ട്രാജിക് എൻഡിങ്. അപ്പം ഇത് അവിടെ തീർന്നു കഴിഞ്ഞ് കുറച്ച് നേരത്തേക്കുള്ളത് യു ആർ ഇൻ ടു ദാറ്റ് ബുക്ക് ആൻഡ് അതിൻ്റെ അകത്ത് നിന്ന് ഗെറ്റ് ഔട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അങ്ങനെ കുറച്ച് നേരം അതും കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്ന് ഗെറ്റ് ഓവർ ചെയ്തിട്ടേ ഉള്ളൂ മൂവ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണ് ഞാൻ. ഇംഗ്ലീഷിൽ ആരുടെ മിസ്റ്റീരിയസ് ബുക്സാണ് നല്ലത്? ഇംഗ്ലീഷിൽ ആരുടെ മിസ്റ്റീരിയസ് ബുക്സാണ് നല്ലത് എന്ന് പറയാൻ ഐ എം നോട്ട് എ ക്വാളിഫൈഡ് അതോറിറ്റി ടു സേ ഇയാളുടെ ബുക്സ് നല്ലതാണ്, ഇയാളുടെ ബുക്സ് അഴുക്കാണ്. പക്ഷേ ഇഫ് യു ആസ്ക് മീ, എൻ്റെ ചോയ്സ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അധികം മിസ്റ്റീരിയസ് ബുക്സ് വായിക്കുന്ന ടൈപ്പല്ല. ഞാൻ സ്കൂൾ കാലഘട്ടത്തിൽ വായിച്ചുകൊണ്ടിരുന്ന അഗാഥ ക്രിസ്റ്റീൻ്റെ കുറേ ബുക്സാണ്. ഈ ഒരു ത്രില്ലർ സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പം എനിക്കിഷ്ടമാണ് പുള്ളിക്കാരിയുടെ റൈറ്റിങ്സ്. പിന്നെ എനിക്ക് ജോൺ ഗ്രിഷം നോവൽസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മിസ്റ്ററി, മർഡർ, ത്രില്ലറൊക്കെ അവിടെ വരാറുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത് രണ്ടുമാണ് എനിക്ക് സജഷനായിട്ട് പറയാനുള്ളത്. എനിക്ക് ഒരുപാട് പേരെ അറിയില്ല ഈ ഒരു ജോണർ എഴുതുന്നവരെ, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ഈ ഒരു ജോണർ വായിച്ചിട്ടില്ല. എനിക്ക് ജോൺ ഗ്രിഷം ബുക്സ് ഭയങ്കര ഇഷ്ടമാണ്. ജോൺ ഗ്രിഷം ഒരു മെയിൻ ആളെ പ്രോട്ടഗോണിസ്റ്റിനെ പോർട്രേ ചെയ്യുന്ന രീതി ഒരു രക്ഷയില്ല, ഭയങ്കര വാവായിട്ട് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഓരോ ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും അത് സോൾവ് ചെയ്യുന്ന രീതിയും വാട്ട് എ ബ്രെയിൻ എന്നുള്ള തോന്നിക്കുന്ന ഒരു രീതിയിലുള്ള സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം 12 ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സായി. സോ ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ച് ചോദിച്ചോളൂ. വല്ല ബുക്സും വേണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ, പബ്ലിഷിംഗ് ക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ you can directly message me on my Instagram. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.